കോയിപ്രം സ്വദേശി ജയേഷിന്റെ വീട്ടിൽ വെച്ച് റാന്നി ആലപ്പുഴ സ്വദേശികളായ യുവാക്കൾ നേരിട്ടത് കേട്ടാൽ അറയ്ക്കുന്ന കൊടിയ പീഡനങ്ങളാണ്. തിരുവോണ ദിവസം സദ്യ തരാമെന്ന് പറഞ്ഞാണ് യുവാക്കളെ ജയേഷ് വീട്ടിലേക്ക് വിളിപ്പിച്ചത്. അവർ ചെന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ജയേഷും ഭാര്യ രശ്മിയും മാത്രം. സംസാരിച്ചിരിക്കെ പെട്ടെന്ന് മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് മർദ്ദനം തുടങ്ങി. ജയേഷും രശ്മിയും ചേർന്ന് യുവാക്കളുടെ കൈകൾ കൂട്ടിക്കെട്ടി തൂക്കി നിർത്തി. പിന്നെ കമ്പി വടികൊണ്ട് ദേഹത്താകെ അടിച്ചു. ജനനേന്ദ്രിയത്തിലും പെപ്പർ സ്പ്രേ അടിച്ചു. 23 സ്റ്റാപ്ലർ പിന്നുകൾ ജനനേന്ദ്രിയത്തിൽ അടിച്ചു. 5 വിരലുകളുടെയും നഖത്തിനടിയിൽ മൊട്ടുസൂചി കയറ്റി. കൊടിൽ കൊണ്ട് നഖം പിഴുതെടുക്കാനും ശ്രമിച്ചു. നോർമലി ഞങ്ങൾ 3 പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കൂടി എന്റെ മുഖത്തടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തോ ഒരു തലകറക്കം പോലെ ഉണ്ട്. ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് 2 പേരുടെ കൈ കെട്ടി കയറെ കെട്ടി തൂക്കി. വീട്ടിലെ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്ന് ജയേഷ് യുവാക്കളെ മർദ്ദിച്ചു. അത് രശ്മി ഉത്സാഹത്തോടെ മൊബൈലിൽ പകർത്തി. രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ചും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. വീട്ടിൽ തൂക്കി നിർത്തിക്കൊണ്ട് എന്റെ ബാക്കി എന്താ പറയണ്ടേ കമ്പിവടി എന്തൊക്കെയോ സാധനങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കണ്ണിലെ പെപ്പർ സ്പ്രേ അടിച്ച് എന്റെ ഷോക്കിൽ നിന്ന് എനിക്ക് കുറെ നേരം മർദ്ദിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധം വരുന്നത് തന്നെ. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന മാക്സിമം ഒരു മനുഷ്യനെ ചെയ്യാവുന്ന എല്ലാ ക്രൂരതകളും ആയിട്ട് ചെയ്ത് അങ്ങേയറ്റം ചെയ്തിട്ട് പുതുമണം എന്ന് പറയുന്നൊരു പാലത്തിനോട് കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ യുവാക്കൾ ബന്ധുക്കളാണ്. ഇരുവർക്കും രശ്മിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് ഭർത്താവ് ജയേഷ് അറിഞ്ഞു. ഇതേ തുടർന്നാണ് യുവാക്കളെ വീട്ടിലേക്ക് എത്തിക്കാൻ രശ്മിയോട് ജയേഷ് നിർദ്ദേശിച്ചത്. 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ട് നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ വന്നവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് പിടി കിട്ടിയത്. വേറെ കുഴപ്പമാണല്ലോ. പ്രതി രശ്മി പകർത്തിയ ദൃശ്യങ്ങൾ കണ്ട് പോലീസുകാർ പോലും ഞെട്ടി. പ്രതികൾ സൈക്കോപാത്ത് മനോനിലയുള്ളവരാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നമ്മൾ അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണ്. ഇപ്പം ഒന്നേ തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഞങ്ങൾ ജസ്റ്റ് സീൻ വിസിറ്റ് ചെയ്യാനായിട്ടൊന്ന് വന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ബാക്കി നടപടികളൊക്കെ ആവുന്നതേ ഉള്ളൂ. ഹണി ട്രാപ്പ് ഒരുക്കിയ ജയേഷിന്റെയും രശ്മിയുടെയും ഇടപാടുകൾ ദുരൂഹമായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. ഈ ഇത്രയും പാവങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ചുറ്റിന് ഇടിച്ച് ഞങ്ങൾ ദൂറിക്കാൻ വന്നത്. എല്ലാം കൂടെ അവളെ പോലീസുകാർ തട്ടണ്ടേ, ഞങ്ങൾ തട്ടിയാനെ അവളെ ഇടിച്ച് ദൂറിച്ചാണ് ഞങ്ങളിപ്പോൾ. ഞാൻ കഴിഞ്ഞാൽ വന്നത്. ജയേഷിനും രശ്മിക്കും ആരുമായും കാര്യമായ സഹകരണമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. ആരെ അടുപ്പിക്കുന്നില്ല, സഹകരണമില്ല. പിന്നെ ആൾക്കാരെന്തോ പറയാന്? ഈ അയൽവക്കക്കാരും മിണ്ടത്തുമില്ല, അല്ലാതെ ആരും ഒരു സഹകരണമില്ല. കസ്റ്റഡിയിലുള്ള ജയേഷിനെ കോയിപ്രത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ അടക്കം ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്തുക. ന്യൂസ് മലയാളം, പത്തനംതിട്ട.